ഒരു ഗായികയുടെ വോയിസിൽ നാലുപേരും പാടാം. നിങ്ങൾക്ക് ആ ശബ്ദം ഏറെക്കുറെ സാമ്യമായിട്ട് തോന്നുകയാണെങ്കിൽ കൂവല് വേണ്ട, പടക്കം പൊട്ടുന്നവരെ കൈയടിച്ചാൽ മതി. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്, ഇവിടെ എത്ര ലാലേട്ടൻ ഫാൻസ് ഉണ്ട്? മമ്മൂക്ക ഫാൻസ്? അപ്പൊ എല്ലാ ഫാൻസും ഉണ്ട്. ആദ്യം നമ്മുടെ ലാലേട്ടന്റെ മൂവിയിൽ തന്നെ ഒരു കിടിലൻ സോങ് ആണ്. അപ്പൊ എനിക്ക് ആ ട്രാക്ക് ഒന്ന് തന്നോളൂ. വാണിജ്യറാം മാഡത്തിന്റെ വോയിസിൽ നമുക്ക് 4 പേര് കേൾക്കാം. ഓക്കെ. അപ്പൊ ഡോക്ടർ ബാല, അപ്പൊ ബാലച്ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് പറയാം. പുള്ളി നേരെ കയറി വന്നിട്ട് പറയും, വളരെ വളരെ ലാജിക്കായിട്ടൊരു കാര്യം പറയട്ടെ. ഇവര് റെങ്കറൈസ് എന്ന് പറയുന്ന പരിപാടി ഈ അച്ഛൻ എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല. ഫാദർ, ദിസ് ഈസ് റാങ് ഫാദർ. ഞാനും ഫാദറും കളിക്കൂട്ടുകാരായിരുന്നു പണ്ട് മുതൽ. ഇപ്പൊ വലിയ ഞാൻ തക്കുരു എന്നാ വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് അത്ര ഇഷ്ടമുള്ള ആളാണ്. സിജു അതുപോലെ തന്നെ എപ്പോഴും ഞങ്ങൾ സംസാരിക്കും. പക്ഷെ ഞാൻ ഇന്ന് വളരെ ദേഷ്യത്തിൽ ഇവിടെ വിളിച്ചില്ല. ഞാൻ പൊട്ടനാ അവര് വിളിക്കായിരിക്കും, എനിക്ക് മനസ്സിലായി. എന്തായാലും ഞാൻ വളരെ ദേഷ്യത്തിൽ വന്നു. പക്ഷെ ഈ കരുത്ത ചുരിദാറിലും റെഡ് മഫ്ലർ ഇട്ട ഈ മാരേജ് കാണുമ്പോ എനിക്ക് റൊമാൻറ്റിക് ചിരിക്കണ്ടടി കള്ളി. ഇപ്പോ ഇങ്ങനെ വന്നേ, ഇങ്ങനെ വാ, സ്റ്റേജിലേക്ക് വാ. നല്ല കയ്യടി കൊടുത്താ മതി. ഇങ്ങനെ വിളിച്ചു ഡാഡി കള്ളി വാ. കൂടെ ഇരിക്കുന്ന ആര്? ഹസ്ബൻഡ് അല്ലല്ലേ, മകള്? അല്ല, ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ പറയണ്ട, പുറത്തിറങ്ങി എനിക്ക് അടി കിട്ടും. കേറി വാങ്ങി പാടി നല്ലൊരു കയ്യടി എടുത്ത് ഇങ്ങനെ അതിലൊരു കയറി അതിലൊരു. വേറെ ഒന്നുമല്ല, എന്തൊരു സുന്ദരി എന്നെ നോക്കി. ഞാന് അവരെ നോക്കിയിട്ട് ഒരു ഡയലോഗ് പറയട്ടെ. അത് എന്റെ സിനിമയിലെ ഡയലോഗ് അല്ല, അത് ഹൃദയം പടത്തില് പ്രണവ് മോഹൻലാല് നായികയെ നോക്കി പറയുന്നത്. ആ മൈക്കുന്നത് എന്താണ്? മാഡത്തിന്റെ പേരെന്താ? സുനില ടോണി. സുനില ടോണിക്ക് നല്ല കയ്യടി കൊടുക്കും. ആ ചുരിദാറിൽ ഇവിടെ മിന്നണ വരക്ക്, എന്റെ ഷർട്ടിലും മിന്നണ വരക്ക്. നല്ല ജോലിയല്ലെങ്കിൽ സ്വന്തം കരയില നല്ല കയ്യിൽ എടുക്കാം. സ്വന്തം കരയില് ചുരിദാറിട്ട് ഞാൻ ഇവരെ നോക്കി, സുനിത ചേച്ചിയെ നോക്കി ഡയലോഗ് പറയാം. എനിക്ക് ആ ബീജിയം ഒന്ന് ലൈറ്റ് ആയി പോടുங்க. இந்த ഹൃദയം പടത്തില് ഹൃദയം ബീജിയം ലൈറ്റ് ആയി പോടുங்க. പറங்க. എടി സുനില, നീ മുടി ഇങ്ങനെ കെട്ടിവെക്കാൻ പാടില്ല. നീ മുടി ഇങ്ങനെ കെട്ടിവെക്കാൻ പാടില്ല. നീ മുടി ഇങ്ങനെ എടുത്ത് അലിച്ചിട് നല്ല കയ്യിൽ അലിച്ചിട്ടതിനർത്ഥം എന്നെ ഇഷ്ടമാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ ബാലച്ചേട്ടൻ ഉണ്ടായിരുന്നേ. കട്ട് ചെയ്ത് ഒരു കാര്യം പറയട്ടെ, അങ്ങോട്ട് പോകല്ലേ, ഇവിടെ നിൽക്ക്. ആ ബീജം കട്ടി. ഇത് ബാലച്ചേട്ടനാട്ടോ പറഞ്ഞേ, ഞാനല്ല. അപ്പൊ അങ്ങനെ കരുതണം. എനിക്കൊന്ന് ഏബിളിന് എന്തോ പറയാണ്ടെന്ന് തോന്നുന്നു. അല്ല, ഏബിളിനല്ല, സന്തോഷ് പണ്ഡിറ്റിനാണ് പറയാനുള്ളത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ തോന്നിയോസാണ് ഇയാൾ കാണിക്കുന്നത്. ഒരു പെൺകുട്ടിയെ വിളിച്ചു വരുത്തിട്ട്
ചുമ്മാ ഏതോ ഒരു സിനിമയിൽ ആരോ പറഞ്ഞ ഡയലോഗ് അതല്ല, അതിന്റെ ഒരു രീതി അതല്ല, മനസ്സിലായില്ലേ? എനിക്കിത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പാട്ടൊക്കെയാണ് മനസ്സിൽ വരുന്നത്. നമ്മൾ അങ്ങനെയാണ്, ഞാൻ നിമിഷ കവിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഞാൻ എന്റെ സിനിമയിൽ ഒരു സൂപ്പർ ഹിറ്റ് ഗാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് കൂടാവോ? ഞാൻ തന്നോട് ഞാൻ സംസാരിക്കുന്നത്, മനസ്സിലായില്ലേ? സൗകര്യമാണ്, എല്ലാവർക്കും ഒന്ന് കൈയിടിക്കാൻ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഞാൻ ഒരു പാട്ട് പാടാം. Music is the name of love, love. Puppy, your name is love, love. I am your Jackson. I am your Jackson. I am your lover, crazy lover. ഞാൻ പാട്ട് പാടുന്നോണ്ട് ഭ്രാന്തനാണെന്ന് ഞാൻ പറയുന്നത് തിരിച്ച് തെറ്റാണ്. ആദ്യം നിങ്ങൾ ഏത് ശാസ്ത്രം പഠിച്ചാൽ പക്ഷേ അല്ലാതെ എങ്ങനെയല്ല പിടിച്ചാത്തുന്നത് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എന്തായാലും സുനിൽ ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും. സുനിൽ ചേച്ചിയുടെ കടയിൽ ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെറുതെ തരുവാണെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. താങ്ക് യു. അപ്പൊ പാവ സുനിൽ ചേച്ചി ഇനി സ്റ്റേജിൽ കയറത്ത് പോലും ഇല്ല. എന്തായാലും വിളിച്ചപ്പോ തന്നെ സന്തോഷം. നല്ലൊരു കൈഡി കൊടുത്ത നമ്മുടെ സുനിൽ ചേച്ചി. ചേച്ചിക്ക് എന്തോ അബദ്ധം. ചേച്ചി താങ്ക് യു സോ മച്ച്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാലചേട്ടൻ വന്നാൽ ഉണ്ടാവുന്ന ഒരു കാര്യം പറഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു. ഇപ്പൊ പക്ഷെ അദ്ദേഹം പൊളിറ്റിക്സിലൊക്കെ ഡൽഹിയിലെ സ്വന്തം ആളാണ്. ആരാന്ന് പറയാൻ പറ്റുമോ? സൂപ്പർ സ്റ്റാർ ആണ്, അപ്പോഴും സൂപ്പർ സ്റ്റാർ ആണ്. ആരാ? സുരേഷ് ഗോപി സാർ. സുരേഷ് ഗോപി. ഞാൻ ഈ അടുത്ത് ദുബായിൽ പോയ സമയത്ത് സുരേഷ് സാറിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സുരേഷ് സാറിനെ ഇമിറ്റേറ്റ് ചെയ്തായിരുന്നു. നല്ല റെസ്പോൺസ് ആയിരുന്നു. പക്ഷെ സുരേഷ് സാർ സിനിമയിലൊക്കെ വളരെ കടിച്ചാൽ പൊട്ടാത്ത ഡയലോഗൊക്കെ പറയും. പക്ഷേ റെങ്ക്രൈസിന്റെ ഈ വേദിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉള്ളൊരു സുരേഷ് ഏട്ടനുണ്ട്. വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് സംസാരിക്കുന്ന, വേദികളിൽ സംസാരിക്കുന്ന സുരേഷ് ഏട്ടൻ. സുരേഷ് ഏട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംസാരിക്കും. ഒരുപാട് സന്തോഷം. ഇന്നലെ കൊച്ചിക്ക് പോവാനിരുന്ന ഞാൻ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഡൽഹിക്ക് പോകും. സന്തോഷം സുരേഷ് ഏട്ടാ. കാരണം റാങ്ക് റേസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഡൽഹിയിലെ എനിക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ വരാതിരിക്കാൻ ഒക്കത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ അഞ്ജു ജോസഫിന്റെ പാട്ട് സുരേഷ് ഏട്ടാ അല്ല, ഞാൻ പറയട്ടെ. അഞ്ജു ജോസഫ് പാടുന്ന പാട്ടൊന്നുമല്ല. ഞാനൊരു ഗംഭീര പാട്ടുകാരനാണ്. എന്റെ പാട്ട് കേട്ടിട്ടില്ലേ? ഇളയ നില ഇത്തരത്തിലുള്ള എനിക്ക് ഇവിടെ വന്നപ്പോ തോന്നിയ കാര്യം, എനിക്ക് കൊച്ചു കുട്ടികളെയൊക്കെ കാണുമ്പോ അവരെ കെട്ടിപ്പിടിച്ച് കൈയും കാലും ഒടിച്ച് അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു. സുരേഷ് ഏട്ടാ, ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. കുറെ നാളത്തെ എന്റെ സംശയമാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ പച്ചക്കറികൾ ധാരാളം മരുന്നടിച്ചിട്ടാണ് വരുന്നത്. ഇതിനെ കുറിച്ച് എന്താണ് സുരേഷ് ഏട്ടൻ പറയുന്നത്? പിന്നെ പെയിന്റ് അടിച്ചു വരാൻ പറ്റും. ഓരോന്നിനും അടിക്കേണ്ട സംഭവങ്ങൾ അടിച്ചു തന്നെ വരും. കേട്ടോടാ മറ്റേ മോനെ. അപ്പൊ ഇങ്ങനെയായിരിക്കും സുരേഷ് ചേട്ടൻ. അപ്പൊ ഇനി ഏബിൾ ഒരു ഗംഭീരമായിട്ട് ആസിഫ് ഖാൻ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളാണ്. ആസിഫ് ഖാന്റെ മുന്നിലേക്ക് നമ്മുടെ ആസിഫ് ഖാന്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്ത് ആസിഫ് ഖാനെ വിളിച്ച് ഇവിടെ ആസിഫ് ഖാൻ വന്നേക്കുന്നുണ്ടോ? അപ്പൊ നമ്മുടെ റെങ്ക്രേസിന്റെ വേദിയിൽ നമ്മുടെ പ്രിയങ്കരനായ ആസിഫ് അലി എത്തുകയാണ്. ആസിഫ് അലിക്ക് എന്താണ് സംസാരിക്കാനുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. എന്തോ പറയുന്നതെന്ന് അറിയില്ല, ഭയങ്കര സന്തോഷമുണ്ട്. ഹായ് എല്ലാവർക്കും. റെങ്ക്രീസിന്റെ ഈ വേദിയിൽ വരാൻ സാധിച്ചില്ല. സിദ്ദിഖേ അവര് അപ്പോ റെങ്ക്രീസിന്റെ വേദിയിൽ വരാൻ സാധിച്ചതിലും ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചില്ല, നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് കാണാൻ സാധിച്ചില്ലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോ സിനിമകൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക, പ്രോത്സാഹിപ്പിക്കുക. ഇത്തരം കലാകാരന്മാരുടെ പ്രോഗ്രാംസും നിങ്ങൾ ഇതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുക. വേറെ ഒന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു.